ഹലോ, ഗുഡ് ഡേ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഒരു ബിരിയാണി കഴിക്കാൻ. അതും സാധാ ബിരിയാണി അല്ല, നമ്മളുടെ ഡുണ്ണി ബിരിയാണി. ഈ പച്ച കളറിൽ മല്ലിയിലയും പുതിനയും എല്ലാം അരച്ച് വെക്കുന്ന ഒരു ബിരിയാണി ഇല്ലേ, ആ ബിരിയാണി. ഞാൻ ഭയങ്കര ഒരു ബിരിയാണി ലവറാണ്. പക്ഷേ ഈ റീസെൻ്റായിട്ട് എനിക്ക് വന്ന ക്രേസാണ് ഈ ഡൊണ്ണി ബിരിയാണി. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ചിക്പേറ്റിലാണ്. ഈ കാണുന്ന മാർക്കറ്റ് ചിക്പേറ്റ് മാർക്കറ്റാണ് കേട്ടോ. ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ എന്താ പറയുക, സാധനങ്ങൾ ഭയങ്കര ചീപ്പായിട്ടൊക്കെ കിട്ടുന്നതാണ്. ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ പോയത് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ അതാണ് ഇത്രയും ക്രൗഡ് അവിടെ. ഈ വഴി കൂടെ പോകുമ്പോഴാണ് നമ്മളുടെ ബിരിയാണി സ്റ്റോർ ഉള്ളത്. ഈ SGS നോൺ വെജ് ഗുണ്ടു പുലാവ് എന്ന് പറയുന്ന ഇവിടെയാണ് ഡൊണ്ണി ബിരിയാണി ഉള്ളത്. നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേതൻ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ട്, ബ്രദർ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ഈ സ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, സർവീസ് കൗണ്ടർ, ക്യാഷ് കൗണ്ടർ, പിന്നെ പാഴ്സലും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്ന ഒരു കൗണ്ടർ. ഇങ്ങനെ 3 കൗണ്ടറായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നെ സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ ക്യാഷ് അടച്ച് നമുക്ക് തന്നെ സാധനം വാങ്ങിച്ച് നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്ന് കഴിക്കാം. അപ്പോൾ വിച്ചുവും ചേതനും സാധനം വാങ്ങിക്കാൻ പോയിരിക്കുക. ഞാനിവിടെ നിന്ന് ആൾക്കാർ വരുന്നതും പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വന്നപ്പോഴാണെങ്കിലും ആവശ്യത്തിനധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനം കിട്ടി ഞങ്ങൾ മേളിലേക്ക് പോവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനധികം എന്നല്ല, ആവശ്യത്തിന് ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കോർണറിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് തപ്പുക. അപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ സ്ഥലം. ഇതാണ് ഡൊണ്ണി ബിരിയാണി. കണ്ടോ, ചിക്കൻ എന്താ പറയുക, ഒരുപാട് ചിക്കനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 3-4 പീസ് ചിക്കനേ ഉള്ളൂ. പക്ഷേ റൈസിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് പറയണം. ഞാൻ ഒരുവിധം അത്യാവശ്യം ഞാൻ ബിരിയാണി റൈസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ആ ബിരിയാണി. ഇത് കണ്ടോ, ഇതൊക്കെ ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. ഇപ്പോഴൊക്കെ ആൾക്കാരും എല്ലാ ടേബിളിലും ആൾക്കാരുണ്ട്, വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ചിക്കൻ ഭയങ്കര ജ്യൂസി, ടെൻഡർ ആ സാധനങ്ങളൊന്നുമല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത ചിക്കൻ തന്നെയാണ് കേട്ടോ. സാലഡ് ഒരുപാട് തന്നിട്ടുണ്ട്, നിറയെ സാലഡ്. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതല്ല, അല്ലാണ്ട് സൈഡിൽ നിറയെ സാലഡ് തന്നിട്ടുണ്ട്. സവോളയും കുക്കുംബറും മിക്സാന്ന് തോന്നുന്നു. അപ്പം എനിക്കറിയാം സവോള വെച്ച് കഴിച്ചാൽ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ല എന്നുള്ളത് ബിരിയാണീൻ്റെ. ബട്ട് സ്റ്റിൽ എനിക്കെന്തോ സവോള വെച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ ഞാൻ വീട്ടിലാണെങ്കിലും ചുമ്മാ സവോള കട്ട് ചെയ്ത് കഴിക്കും. എനിക്ക് ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക, ഇപ്പം പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരും. ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മീൻസ് മല്ലിയിലയുടെയോ പുതിനയുടെയോ ഒന്നിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല, പക്ഷേ ഒരു സട്ടിലായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ സാലഡും എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര രുചി. ഇവിടെ മട്ടൻ ചിക്കൻ ബിരിയാണി മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. കബാബ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവൈലബിൾ ആവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൊണ്ണി ബിരിയാണി കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വരാൻ നേരത്ത് മറക്കാണ്ട് ഈ ചിക്പേട്ടിലൊന്ന് വന്ന് ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നു ഒരു ബിരിയാണി വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് 2 ആൾക്കാണെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ വരിക, ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ബൈ.